ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ യോഗത്തിൽ പരിപാടിയിൽ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. സർവീസ് രംഗത്ത് പോലീസ് സേന സാധാരണ പോലെയുള്ള ഒരു തൊഴിൽ വിഭാഗമല്ല എന്നത് നിങ്ങൾക്കുമറിയാം, സമൂഹത്തിനും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഏറ്റവും കൂടുതൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ് പോലീസ് സേന. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ സംഘടനാ സ്വാതന്ത്ര്യത്തെ താരതമ്യപ്പെടുത്താനൊരു ശ്രമം ചിലർ നേരത്തെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. സംഘടിച്ചാൽ അച്ചടക്കത്തിന് ഭംഗം വരും, സംഘടനാ സ്വാതന്ത്ര്യം പാടില്ല എന്ന് ചിന്തിക്കുകയും ഉറക്കെ പറയുകയുമൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോഴും ചിലർക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും. എന്നാൽ ആ അഭിപ്രായം ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല എന്ന് വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പോലീസ് സേന സംതൃപ്തവും കാര്യക്ഷമവുമാകണം. എങ്കിൽ മാത്രമേ ഏതൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെയും പുരോഗതി ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് സർവീസ് മേഖലയിലുള്ള സേനാംഗങ്ങൾ എന്ന നിലയിൽ സേനാംഗങ്ങൾക്കുള്ള പരാതികൾ, ആവലാതികൾ അതുന്നയിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള സേവന വ്യവസ്ഥകൾ അത് കാലാനുസൃതമായി മെച്ചപ്പെടുത്തണമെന്ന അഭിപ്രായം സ്വാഭാവികമായി ഉണ്ടാകും. അതുന്നയിക്കുന്നതിനും സ്വാഭാവികമായി തന്നെ കഴിയേണ്ടതുണ്ട്. ക്ഷേമകാര്യങ്ങൾ നടപ്പാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സംഘടനക്കാണ് ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ കഴിയുക. സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി സംഘടനയിലൂടെ ഈ കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും കഴിഞ്ഞ കാലത്തെ അനുഭവമാണ്. എന്നാൽ സംഘടനാ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ അച്ചടക്കത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഒരു സേന എന്ന നിലയിൽ അച്ചടക്കത്തിന് ഭംഗം വരാത്ത സവിശേഷമായ പ്രവർത്തന രീതിയാണ് നിങ്ങൾ സ്വീകരിച്ചു പോകാറുള്ളത്. അതോടൊപ്പം ഒരു സേന എന്ന നിലയിലെടുത്താൽ അതൊരു ചങ്ങല പോലെയുള്ളതാണ്. ചില കണ്ണികൾ ദുർബലമായി പോയാൽ ചങ്ങല തന്നെ ദുർബലമായി പോകും. അപ്പോൾ സേനക്കകത്ത്
ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ വിഭാഗീയത ഇല്ലാതിരിക്കണമെങ്കിൽ വിഭാഗീയമായ പ്രവണതകൾക്ക് സേനാംഗങ്ങൾ വശംവദരാകാതിരിക്കണം. നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസ് രംഗത്തുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും ഈ പറഞ്ഞ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് ചില തെറ്റായ പ്രവണതകൾ സംഘടനാ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സംഘടനയ്ക്ക് കരുത്തു പകരാനല്ല ഉപയോഗിക്കുക. അത് സംഘടനാ സ്വാതന്ത്ര്യത്തിനെതിരായി വാദിക്കുന്നവർക്ക് കരുത്തു പകരാനേ ഉപകരിക്കും. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയായിരിക്കണം സ്വീകരിക്കാൻ കഴിയേണ്ടത്. ഇപ്പോൾ ഈ ചുമതല വഹിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നേരത്തെ നടത്തേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അത് പോലീസ് സംഘടന തന്നെ ഇല്ലാതാകത്തക്ക രീതിയിലുള്ള പ്രവണതകൾ ബോധപൂർവം ശക്തിപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ ആ ഘട്ടത്തിൽ പ്രതികരിച്ചതായിരുന്നു. ഏതായാലും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് ആദ്യമേ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പോലീസ് എന്ന സേനാവിഭാഗത്തെ എടുത്താൽ ഒരുപാട് കർത്തവ്യങ്ങൾ, ചുമതലകൾ ഒന്നിച്ച് നിക്ഷിപ്തമായിട്ടുള്ള ഒരു വിഭാഗമാണെന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്വാഭാവികമായും പോലീസാണ് ഇടപെടുന്നത്. പോലീസിൻ്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായാണ് സുരക്ഷയും സുസ്ഥിതിയും സമാധാനവും ഉറപ്പാക്കാൻ കഴിയുക. ഇതെല്ലാം എവിടെയായാലും, ഒരാളായാലും, ഒരു കുടുംബമായാലും, ഒരു ദേശമായാലും, ഒരു നാടായാലും ഒഴിച്ചുകൂടാത്തതുമാണ്, അങ്ങേയറ്റം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കർത്തവ്യ നിർവഹണമാണ് നിങ്ങൾ നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള കർത്തവ്യം നിർവഹിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ നീതിപൂർവം പ്രവർത്തിക്കുന്നവരാവണം, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നവരാവണം, അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നവരാവണം.
ഇതാണ് പൊതുവിൽ പോലീസ് ചെയ്യുന്നത് എന്ന് പറയാം. പോലീസ് സേനയിലെ മഹാഭൂരിഭാഗം പേരും ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ളവർ തന്നെയാണ്. നിഷ്പക്ഷമായി കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാകുന്ന സേനാംഗങ്ങളെയാണ് ഭൂരിഭാഗത്തും കാണാൻ നമുക്ക് കഴിയുക. എന്നാൽ അതല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള കടുത്ത വിമർശനം ഉയർന്നു വരികയാണ്. സ്വാഭാവികമാണത്. നിർവഹിക്കുന്ന ചുമതലയിൽ പക്ഷപാതിത്വം വന്നാൽ, അനീതി വന്നാൽ, മറ്റ് ചില കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി എന്ന തരത്തിലുള്ള ചുമതല നിർവഹണമായാൽ അതിനെല്ലാം എതിരെ കടുത്ത വിമർശനം ഉയരും. ആ വിമർശനം തെറ്റ് ചെയ്യുന്നവർക്കെതിരെ എന്ന നിലക്കല്ല ഉയരുക. അത് പൊതുവെ പോലീസ് സേനയ്ക്കെതിരെയാണ് ഉയരുക. ഇത് പ്രത്യേകമായി തന്നെ കാണേണ്ടതാണ്. പോലീസ് സേനയുടെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സവിശേഷത കൂടിയായിരിക്കാം പലപ്പോഴും കടുത്ത വിമർശനം ഏറ്റുവാങ്ങുന്നതിന് പോലീസിനെ ഇടയാക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇതിനിടയാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പം എന്താണോ പോലീസ് സേന കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകാൻ പൊതുവെ കഴിയേണ്ടതായിട്ടുണ്ട്. ഉയരുന്ന വിമർശനങ്ങൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമുണ്ട്. എന്നാൽ വിമർശനങ്ങളെല്ലാം കഴമ്പുള്ളത് തന്നെ ആകണമെന്നില്ല. കഴമ്പില്ലാത്ത വിമർശനങ്ങളും വരും. അപ്പോൾ കഴമ്പില്ലാത്ത വിമർശനങ്ങൾ വന്നാൽ അതിലൊട്ടും തളരേണ്ടതില്ല. തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു തരത്തിലുള്ള ദുർബലതയും ഉണ്ടാകാൻ പാടില്ല. കഴമ്പില്ലാത്ത വിമർശനങ്ങളെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി അലോസരപ്പെട്ട് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു തരത്തിലുള്ള അലസതയും ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകമായി തന്നെ കണക്കിലെടുക്കണം. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന ഒരു ശൈലി ഇതാണ്. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല. എന്നാൽ ബോധപൂർവം തന്നെ തെറ്റായ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ അതിൻ്റെ ഭാഗമായി വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിന് ഉള്ളത്.
വീഴ്ചകൾ പ്രവർത്തനത്തിനിടക്ക് സംഭവിച്ചു എന്ന് വരാം. വീഴ്ചകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടതും തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. അക്കാര്യത്തിലും ഒരു തരത്തിലുള്ള കാലവിളംബവും ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ആത്മാർത്ഥമായി വളരെ കൃത്യനിഷ്ഠയോടെ സത്യസന്ധമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്ന പോലീസ് സേന, ആ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാൻ ഗൂഢലക്ഷ്യത്തോടെ ഏതെങ്കിലും കൂട്ടർ നീങ്ങിയാൽ പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ മികച്ച പ്രവർത്തനമാണ് പോലീസ് സേനാംഗങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. അങ്ങനെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങളുടെ സേവന വ്യവസ്ഥകളിൽ ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വേണം എന്ന അഭിപ്രായം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നത് സർക്കാരിനറിയാം. അത് സർക്കാരിനും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ 8 മണിക്കൂർ ജോലി, ഇത് തത്വത്തിൽ നേരത്തെ അംഗീകരിച്ചതാണ്. യഥാർത്ഥത്തിൽ 1980 LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ തത്വത്തിൽ ഇത് അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇത് നടപ്പാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സർക്കാർ പൂർണ്ണമായും തിരിച്ചറിയുന്നുണ്ട്. അത് പൂർണ്ണമാക്കേണ്ടതുണ്ട് എന്ന നിങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ ക്രമസമാധാനവും കുറ്റാന്വേഷണവും 2 വിഭാഗം ആക്കുന്നതിനുള്ള നടപടികൾ, അതിനൊരു തുടക്കം കുറിക്കാൻ 2006 സർക്കാരിന് കഴിഞ്ഞിരുന്നു, ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് ആ കാര്യത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഫലപ്രദമായ തുടർ നടപടികൾ സ്വീകരിക്കാനാവണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കൽ, ഇത് വളരെ പ്രധാനമാണ്. ഇതൊരു പ്രധാന ലക്ഷ്യമായിരിക്കണം. അപ്പം അതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് സേനാംഗങ്ങളുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ചില നിർദ്ദേശങ്ങൾ രൂപീകരിച്ചത് ഇവിടെ വെച്ച്, വേദിയിൽ വെച്ച് DGP കാണിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഒഴിവാക്കാവുന്ന ജോലിഭാരങ്ങൾ അത്
ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം പോലീസ് സേനാംഗങ്ങൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ വേണ്ട പരിഗണന നൽകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ 56,000-ലധികം പോലീസ് സേനാംഗങ്ങളാണുള്ളത്. ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ 1,00,000 പേർക്ക് ഏകദേശം 165 പോലീസ് ഉദ്യോഗസ്ഥർ വീതമാണുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി എടുത്താൽ അതിൻ്റെ മുന്നിലാണ് നമ്മൾ. എന്നാൽ വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ജനസംഖ്യാനുപാതികമായി പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായി ആ നിലയിലേക്ക് എത്താൻ നമ്മുടെ സാമ്പത്തികം സാമൂഹ്യമൊക്കെ ആയിട്ടുള്ള കാരണങ്ങളാൽ ഉടനെ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും ഇക്കാര്യത്തിൽ ചില നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ കൺവെൻഷനിലെ പ്രാതിനിധ്യം നോക്കിയാൽ ഒരു ഭാഗത്ത് കുറച്ച് വനിതകൾ ഇരിക്കുന്നുണ്ട്. ഇതാണ് പോലീസ് സേനയുടെ അവസ്ഥ. അപ്പോൾ ഒരു ഉടൻ നടപടി എന്ന നിലക്ക് ഒരു 15% വനിതാ പോലീസുകാരെയെങ്കിലും റിക്രൂട്ട് ചെയ്യാനാവണം എന്ന നിലയിലാണ് സർക്കാർ കാര്യങ്ങൾ നീക്കുന്നത്. അതോടൊപ്പം പൊതുവിൽ പോലീസ് സേനയിലെ റിക്രൂട്ട്മെൻറ്റ് കാലാനുസൃതമായി ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ചില മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നതിനായി പ്രത്യേകമായി തന്നെയുള്ള ചില റിക്രൂട്ട്മെൻറ്റ് രീതികളും സ്വീകരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇടപെടുന്നതിന് അത്തരത്തിലുള്ള ചില പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് രീതികളും സഹായിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മുടെ പോലീസ് സേനയുടെ ആധുനികവൽക്കരണം അത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി 40 കോടി രൂപ ഈ ഇനത്തിലെ കേന്ദ്ര പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി 20 കോടി രൂപ ഇതെല്ലാം ഇപ്പോൾ തന്നെ വകയിരുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാരംഗത്ത് ഒട്ടേറെ മുന്നേറ്റമുണ്ടായ കാലമാണിത്. അതുപയോഗപ്പെടുത്തി നമ്മുടെ പോലീസ് സേനയിലെ മികവുറ്റവരെ ശാസ്ത്രീയമായി വിന്യസിച്ചുകൊണ്ട് ജോലിഭാരം കുറേയധികം ലഘൂകരിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ പോലീസ് സേനയിൽ ഓരോ റിക്രൂട്ട്മെൻറ്റിലും പോലീസ് സേനാംഗങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ ശരാശരി തോത് വളരെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിൽ കുറേ പരേഡുകളിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കെടുത്തപ്പോൾ തന്നെ കാണുന്നത് എംഫിലുകാർ, ബിടെക്കും എംടെക്കും പാസ്സായവർ, പോസ്റ്റ് ഗ്രാജുവേഷനുള്ളവർ, ഇങ്ങനെയെല്ലാമുള്ള നിരവധി ആൾക്കാർ, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസ് സേനാംഗങ്ങളായിട്ട് വരികയാണ്. അപ്പോൾ പോലീസ് സേനയുടെ ഉൾക്കാമ്പ് ശക്തിപ്പെട്ടു വരികയാണ്. പക്ഷെ അവരെ അതേ രീതിയിൽ അവരുടേതായ പ്രത്യേകത വെച്ച് പരിശീലിപ്പിക്കാൻ കഴിയണം. പണ്ടേതോ കാലത്ത് കിട്ടിയ
മറ്റേ ഒരു വല്ലാത്ത പരിശീലന രീതിയുണ്ടല്ലോ, അതുതന്നെ ഇവരുടെ നേരെ പ്രയോഗിച്ചാൽ അതൊരു വല്ലാത്ത വിടവുണ്ടാക്കും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു മാറ്റം കാണിക്കുന്നത്. ഇത് ചില പാസിംഗ് ഔട്ട് പരേഡിലെ അനുഭവം മുൻനിർത്തി പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികാസം ഉപയോഗിക്കുന്നതുമായിട്ടാണ് പറഞ്ഞു വന്നത്. ഇപ്പം നമ്മുടെ ജയിലുകളിൽ നിന്ന് ആളുകളെ പല കേസിലും കോടതികളിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൽ പലപ്പോഴും ഓരോ ദിവസവും ഒട്ടേറെ പോലീസുകാരെയാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നത്. എന്നാൽ ജയിലും കോടതിയും വീഡിയോ കോൺഫറൻസ് വഴി ബന്ധിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഈ പറയുന്ന പോലീസുകാരെ ആകെ രാവിലെ പോയി അവരെ കൂട്ടി കോടതിയിൽ കൊണ്ടുപോയി അവിടെ തിരിച്ച് കൊണ്ടുപോകാനുള്ള ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താനാവും. വലിയ തോതിലുള്ള ഒരു മാറ്റമായിരിക്കും അതിൻ്റെ ഭാഗമായി സംഭവിക്കുക. ആ പോലീസുകാരെ മറ്റു ജോലികൾക്ക് ലഭ്യമാകും, അവരെ നിയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നേരത്തെ മൊബൈൽ സിം കാർഡുകൾ പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ സിം കാർഡുകൾ അനുവദിക്കേണ്ടതുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ തീർച്ചയായും കൈക്കൊള്ളും. അതേപോലെ തന്നെ പ്രൊമോഷനിലെ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നൊരു കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ അർഹമായ പരിഗണന നൽകുക തന്നെ ചെയ്യും. 2006 മുതൽ തീർപ്പാകാതെ കിടന്ന SIമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് അംഗീകരിച്ച് ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം നാം പൊതുവെ ഓർക്കണം. പോലീസുകാരുടെ ക്ഷേമം വർദ്ധിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പോലീസുകാരുടെ ക്ഷേമം വർദ്ധിക്കുമ്പോൾ പോലീസിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനവും വർദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. അത്തരമൊരു സമൂഹത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നത് ഏറെ കരുതലോടെയാവണം. അതായത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാവണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ പരിഗണിച്ച് മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക എന്ന നില ഉണ്ടാകാൻ പാടില്ല. പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ ഏത് നടപടിയായാലും അവയോരോന്നും സത്യസന്ധമായിരിക്കണം, നീതിയുക്തമായിരിക്കണം. അതേസമയം ഏറെ സഹാനുഭൂതിയോടെ ഉള്ളതുമാവണം. എന്നാൽ ശക്തവും ഉറച്ചതുമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടാവും. അത്തരം കാര്യത്തിൽ ശക്തവും ഉറച്ചതുമായ നടപടി തന്നെ സ്വീകരിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക നില പോലീസ് കൃത്യനിർവഹണത്തിൽ പാലിച്ചിരിക്കണം. നമ്മുടെ പോലീസ് സേനയിൽ സംശുദ്ധരായ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെയല്ലാത്തവരും ചിലരുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത്
പോലീസ് സ്റ്റേഷനിൽ പ്രാകൃതമായ മൂന്നാം മുറ നേരത്തെ ചില ഘട്ടങ്ങളിൽ വല്ലാതെ ഉണ്ടായിരുന്നു. വളരെ പണ്ടെടുത്താൽ കൂടുതലായിരുന്നു. കുറ്റം തെളിയിക്കാനും നീതി നടപ്പാക്കാനും ഈ പ്രാകൃതമായ മൂന്നാം മുറ വേണം എന്നായിരുന്നു ആ കാലത്ത് പോലീസിൻ്റെ ധാരണ. എന്നാൽ ആ കാലം മാറി. അത് പോലീസ് സേന പൊതുവിൽ അംഗീകരിക്കാത്ത ഒന്നായി തീർന്നു. ഇന്ന് പ്രൊഫഷണൽ മികവാണ് ആവശ്യം. ആ പ്രൊഫഷണൽ മികവിൻ്റെ ഘട്ടത്തിൽ പോലീസ് സേനയിൽ ഒരു തരത്തിലുള്ള മൂന്നാം മുറയും പോലീസ് സ്റ്റേഷനിൽ പാടില്ല, പോലീസ് ലോക്കപ്പിൽ പാടില്ല. ഇത് സർക്കാരിൻ്റെ നയമാണ് എന്ന് വ്യക്തമായി ധാരണയുണ്ടെങ്കിലും ചിലർക്ക് പണ്ടേ ശീലിച്ചു വന്ന രീതി കൊണ്ടാണോ എന്നറിയില്ല, അത് മാറ്റാനാകുന്നില്ല. അപൂർവമായി ചില സന്ദർഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെറ്റായി ലോക്കപ്പിൽ പെരുമാറിയ നിലയുണ്ടായിട്ടുണ്ട്. ഇതിൽ ലോക്കപ്പ് മർദ്ദനം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ലോക്കപ്പ് മർദ്ദനമുണ്ടായാൽ സ്വാഭാവികമായും ആ ലോക്കപ്പിൽ മർദ്ദിച്ച പോലീസുകാർ മാത്രമല്ല, ആ ലോക്കപ്പിൻ്റെ ചാർജുള്ള SIക്കും ഉത്തരവാദിത്വം വരും. അപ്പോൾ മർദ്ദനം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ നടപടിക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ലോക്കപ്പിനകത്ത് മർദ്ദനം നടന്നെങ്കിൽ ആ മർദ്ദനത്തിൻ്റെ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട SI അടക്കം സസ്പെൻഷൻ നിർത്തിക്കൊണ്ട് അന്വേഷിക്കുന്ന രീതി സ്വീകരിക്കും. ലോക്കപ്പിനകത്ത് മരണം നടക്കുകയാണെങ്കിൽ ആ മരണത്തിന് ആ ലോക്കപ്പ് സമയത്ത് അവിടെ ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഉയർന്ന പോലീസ് ഓഫീസർക്ക് പോലും സ്വാഭാവികമായി ഉത്തരവാദിത്വം പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ CIമാരുണ്ട്. ആ ലോക്കപ്പിൻ്റെ SI മാത്രമല്ല, അതിൻ്റെ മേലെയുള്ള CIമാരുണ്ട്. അത്തരം സംഭവങ്ങളുണ്ടായാൽ പ്രാഥമികമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ CI അടക്കം സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് അന്വേഷണം തുടരും. ഇതേവരെ ഇങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ പോലീസ് സേനയിലെ നല്ലൊരു ഭാഗമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനിമേലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇതായിരിക്കും എന്ന് വ്യക്തമാക്കുകയാണ്. ഇവിടെ പോലീസ് മൂന്നാം മുറ ഉപേക്ഷിക്കുക തന്നെ വേണം. അതൊന്നും പോലീസ് സേനയുടെ മികവായിട്ട് കാണാനേ കഴിയുന്നതല്ല. ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് അനാവശ്യമായി മർദ്ദിക്കുന്ന രീതി അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സേനയിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അഴിമതിയിലൂടെ കേസ് ഇല്ലാതാക്കുന്നു, വാദിയെ പ്രതിയാക്കുന്നു. ഇതും
നമ്മുടെ നാട്ടിൽ അപൂർവമായെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഈ രണ്ട് ദുസ്വഭാവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ മികച്ച ഒരു പോലീസ് സേനാ വിഭാഗമാണ്. അതിൻ്റെ യശസ്സിന് തകർച്ചയുണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ ദുശീലങ്ങൾ, ദുർഗുണങ്ങൾ. അപ്പോൾ യശസ് പ്രൊഫഷണൽ രീതിയിലൂടെയാണ് നാം നേടിയെടുക്കേണ്ടത്. നല്ല കാര്യക്ഷമതയുള്ള പോലീസ് സേനയായി ഉയർന്നു വരിക തന്നെയാണ് നാം വേണ്ടത്. അഴിമതിക്ക് വശംവദരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള പരാതികൾ പലതരത്തിലും ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നതുകൊണ്ട് നാടിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ മറഞ്ഞല്ല നിൽക്കുന്നത്. നാടിൻ്റെ കണ്ണ് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അഴിമതിയുടെ ഭാഗമായി തെറ്റായ രീതികൾ, സമ്പാദ്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ അത് നാട്ടിൽ പലരും മനസ്സിലാക്കുകയാണ്. അത് പലയിടത്തും ആ വിവരം എത്തിപ്പെടുകയാണ്. ഒട്ടകപക്ഷിയെപ്പറ്റി പറഞ്ഞതുപോലുള്ള നിലയെടുത്തതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നാടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം. അത്തരം ആളുകൾക്ക് സാധാരണഗതിയിൽ ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നത് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഈ ഘട്ടം ഉപയോഗിക്കുകയാണ്. പരാതികൾ വന്നാൽ ആ പരാതികളെക്കുറിച്ച് ഗൗരവമായ പരിശോധന നടക്കും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അഴിമതിക്കാരെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ സർക്കാർ തയ്യാറാകില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. ജനങ്ങളോട് മാന്യമായി പെരുമാറാനാവണം. ജനങ്ങളുടെ ആപരാധികൾ കേൾക്കാനുള്ളതാണ് പല പോലീസ് സ്റ്റേഷനുകളും, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളാകെ. ആ ആപരാധികൾ സ്വീകരിച്ച് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാവണം. ആര് എന്നത് പ്രശ്നമേ അല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റിനെതിരെയാണ് നടപടി. ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടേണ്ട കാര്യമില്ല. അത് പോലീസിൻ്റെ ബാധ്യതയല്ല. പോലീസ് തങ്ങളിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുക മാത്രമേ വേണ്ടൂ. അതിനപ്പുറം മാറിപ്പോയാൽ അത് പോലീസിൻ്റെ കൃത്യനിർവഹണമല്ലാതെ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോലീസ് സേനയെയാണ് നമ്മുടെ കേരളത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതനുസരിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയും. കേരളത്തിലെ പോലീസ് സേനാംഗങ്ങൾക്കാകെ കഴിയും എന്നും പ്രതീക്ഷിക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ തീരുമാനങ്ങൾ ഇതിനനുസരിച്ച് ആവുമെന്നും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്ന് അവസാനിപ്പിക്കുന്നു. പോലീസ് ഓഫീസർ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു.